2026 ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളായിരുന്നു കോൺഗ്രസ്, CPM. നോക്കുകയാണെങ്കിൽ CPM അതിദയനീയമായി തോറ്റു, കോൺഗ്രസ് ജയിച്ചു. പക്ഷേ ഇപ്പം CPM-ൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ടില്ല. ഇപ്പം ശൈലജ ടീച്ചറെ മനഃപൂർവ്വം കൊണ്ടുപോയി നിർത്തി തോൽപ്പിച്ചു എന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ശരിക്കും ഒരു വിഷയത്തെ കാണുന്നത്? ശരിക്കും ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് തനിക്ക് മീതെ ഉയർന്നു വരുന്ന ആരെയും വെട്ടിമാറ്റുന്ന പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഒരു ഇരയായിരുന്നു ശൈലജ ടീച്ചർ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്നുവെച്ചാൽ ശൈലജ ടീച്ചറുടെ ആദ്യത്തെ ഒരു അവരെത്രത്തോളം പെർഫെക്റ്റ് ടീച്ചറമ്മ എന്നുള്ളതിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും PR ആയിരുന്നു, ഒരുപാട് PR ഉണ്ടായിരുന്നു. PR സഹായത്തോടു കൂടി ടീച്ചറമ്മ എന്നൊരു ലേബൽ കിട്ടിയ ഒരു ആൾ തന്നെയാണ് ശൈലജ ടീച്ചർ. പക്ഷെ കഴിവില്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യത്തെ ടീച്ചറമ്മ എന്ന് ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നൊരു വ്യക്തിത്വം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്ന, പിണറായി വിജയനെ പോലും അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷമായിരുന്നു അവർക്ക്. അങ്ങനെ ജയിച്ചു വന്ന ഒരു ആളെ അപ്പാടെ തള്ളി മാറ്റിക്കൊണ്ടാണ്, അത് ശരിക്കും വെട്ടിമാറ്റലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം തന്നെ പിണറായി വിജയനേക്കാളും മുകളിൽ ആ കോവിഡ് നിപ്പ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റാർ ആയത് അല്ലെങ്കിൽ ടീച്ചറമ്മ തരംഗം തന്നെയായിരുന്നു. അവരടുത്ത വനിതാ മുഖ്യമന്ത്രിയാകും എന്ന് വരെ ചർച്ചകൾ വന്നൊരു സമയമുണ്ട്. ആ സമയം മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം ആ സമയം മുതലേ പിണറായി വിജയന്റെ ഒതുക്കൽ പ്രക്രിയകളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല സർവേകൾ പോലും ചോദിക്കുമ്പോൾ അവരുടെ ചോദ്യത്തിൽ ഒരു പേരായിരുന്നു KK ശൈലജ എന്ന് പറയുന്നത്. ആ ഒരു സർവേകൾ പേടിപ്പിച്ചത് കൊണ്ടായിരിക്കാം ആദ്യം തന്നെ ശൈലജ ടീച്ചറെ ഒതുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പിണറായി വിജയൻ പോയത്. കോവിഡ് ടൈമിൽ പോലും ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ നടത്തേണ്ട പത്രസമ്മേളനങ്ങൾ പോലും നടത്തിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന സഖാവ് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പത്രസമ്മേളനം നടത്തുന്നു. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗറിന് അപ്പുറത്തേക്ക് വേറൊന്നും പാടില്ല എന്നുള്ളൊരു കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ തവണയും അവർ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചപ്പോഴും സംഭവിച്ചത് എന്താ, അവർ മന്ത്രിയാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവർ മന്ത്രിസഭയിൽ പോലും വന്നില്ല എന്നുള്ളതാണ്. വെറും ഒരു MLA ആക്കി അവർ ഒതുക്കി മാറ്റി. അതിന് പിണറായി വിജയൻ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് പുതുമുഖങ്ങളായിരിക്കണം, പുതിയ സഭയിലെ എല്ലാവരും പുതുമുഖങ്ങളായിരിക്കണം, എക്സെപ്ഷൻ പിണറായി വിജയൻ മാത്രം കണ്ടുമടുത്ത മുഖം അങ്ങനെ ഇരുന്നോട്ടെ, ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ. ആ പുതുമുഖങ്ങളിൽ വന്നത് വീണ ജോർജിന് പിടിച്ചു കൊടുത്തു. ആദ്യത്തത് ആരോഗ്യം വീണ ജോർജിന് കൊടുത്തു. പിന്നെ റിയാസ് എന്ന് പറയുന്ന മരുമകനും മന്ത്രിസഭയിലേക്ക് വന്നതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ശൈലജ ടീച്ചറെ വെട്ടി ഒതുക്കി റിയാസിലേക്ക് പാർട്ടിയെ കേന്ദ്രീകരിക്കാനുള്ള ശ്രമം നടന്നു എന്ന് പറഞ്ഞാലും അതിശയിക്കാനില്ല. റിയാസിനെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ PR അടുത്ത ഈ ഒരു മന്ത്രിസഭ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ PR കണ്ടിട്ടുള്ളത് ശരിക്കും റീൽ മന്ത്രി എന്ന് തന്നെ പറയുന്ന റിയാസ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെയും അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള 5 വർഷങ്ങളിൽ കൃത്യമായിട്ടും ശൈലജ ടീച്ചർ നാണം കെട്ടിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. അവർക്ക് മാഗ്സസെ അവാർഡ് കിട്ടിയ സമയത്തും അത് സ്വീകരിക്കേണ്ട എന്നുള്ളതും പിണറായി വിജയൻ്റെ തീരുമാനമായിരുന്നു. അങ്ങനെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പേര് ഉയർന്നു വന്നിടത്തെന്നെല്ലാം തട്ടിത്തെറിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ സമയത്തൊന്നും പ്രതികരിക്കാതിരുന്ന ശൈലജ ടീച്ചർ ഇപ്പോൾ കൃത്യമായിട്ടും CPM-നെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ഒരു തുറന്നു പറച്ചിലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പേരാവൂരിൽ താൻ ഒരിക്കലും ജയിക്കില്ല എന്ന് 100% ഉറപ്പുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ ഇട്ടു എന്നവർ തുറന്നു പറയുകയാണ്. അത് അവരുടെ ഒരു തുറന്നു പറച്ചിൽ നമുക്കിപ്പോൾ G. സുധാകരൻ അടക്കമുള്ളവർ ഇതുപോലത്തെ തുറന്നു പറച്ചിലുകൾക്ക് അവസാനമാണ് ഇതുപോലെ പാർട്ടി വിട്ട അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇതുപോലൊരു വെളിവ് വീണത് ടീച്ചറമ്മയ്ക്ക് കുറച്ച് വൈകിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അവർ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജയിക്കില്ല എന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്ത് പാർട്ടി നേതാക്കൾ തന്നെ, പാർട്ടി സഖാക്കൾ തന്നെ എന്നെ ചതിച്ചു തോൽപ്പിച്ചു എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ മൃഗീയ ഭൂരിപക്ഷം ലഭിച്ച ഒരു വനിതയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നതെന്നുള്ളത് ഭയങ്കര ദയനീയമായിട്ടുള്ളൊരു തോൽവി തന്നെയാണത്. എന്നുവെച്ചാൽ കഴിഞ്ഞ തവണത്തെ ഒരു ഭൂരിപക്ഷവും കാര്യങ്ങളൊക്കെ നോക്കിയ വനിതാ മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്ന ഒരാള് KR ഗൗരിയമ്മയെ പോലെ തന്നെ CPM-ൽ ഒതുക്കപ്പെട്ടു പോയ ഒരാളായിട്ടാണ് ശൈലജ ടീച്ചറെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒതുക്കലുകളിൽ പെട്ടുപോയിട്ട് ഇപ്പോൾ ശൈലജ ടീച്ചറും ഇനി എങ്ങോട്ട് എന്നുള്ളത് അറിയില്ല. ഇപ്പം എന്തായാലും തുറന്ന് പറയാൻ തുടങ്ങി എന്നുള്ളത്, അല്ലെങ്കിൽ പ്രതികരണശേഷി ഇപ്പോഴെങ്കിലും ടീച്ചർക്ക് വന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ട് കരുതുന്നു. അതുമാത്രമല്ല, ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമായിരുന്നു. ഏകദേശം 13 മണിക്കൂറോളം ഒറ്റ സ്ട്രെച്ചിൽ പിണറായി വിജയനെ അവിടെ ഇരുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇക്കുറി പാർട്ടികൾ സാധാരണ ഉണ്ടാവാറുള്ളത് ഇവരൊരു അജണ്ട നിശ്ചയിക്കും, ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അപ്പം തന്നെ കൃത്യം 4 മണിയാകുമ്പോൾ വാർത്താ സമ്മേളനം വിളിക്കും, ഇന്ന കാര്യങ്ങളാണ് പാർട്ടി ഇങ്ങനെ മുമ്പോട്ട് വന്നാലും തീരും. ഇന്നലെ ഉണ്ടായത് ഇന്നലെ പാതിരാത്രി വരെ സാധനം നീണ്ടുപോയി എന്നുള്ളൊരു സംഭവം കൂടി നമ്മൾ കാണണം.
അതിനുശേഷമാണ് ശൈലജ ടീച്ചർ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നത്. പിന്നെ പാർട്ടിയിൽ എല്ലാവരും, ശൈലജ ടീച്ചർ മാത്രമല്ല പല നേതാക്കന്മാരും ഇപ്പോഴാണ് വോയിസ് മീൻസ് അവരുടെ ശബ്ദം പുറത്തോട്ട് വരാൻ തുടങ്ങുന്നത്. പക്ഷെ അവർ പ്രതികരിക്കേണ്ട ഒരു സമയത്ത് പ്രതികരിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ മാറി നിന്ന് ശൈലജ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അവർ നേരിട്ടതെങ്കിൽ ഇത്രയും നാണം കെട്ടൊരു തോൽവിയിലേക്ക് പോകില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ സമയമൊക്കെ അതിക്രമിച്ചു പോയി കഴിഞ്ഞു. ഇത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു സമയത്ത് വന്നിട്ട് വെറുതെ പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? ഒരു ഉപകാരവും ഇതുകൊണ്ട് ഉണ്ടാവാൻ പോണില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും തുറന്നു പറയാനുള്ള ആ ജീവൻ അല്ലെങ്കിൽ ആർജവം ഇപ്പോഴാണ് ടീച്ചർ അമ്മയ്ക്ക് വന്നത്. പക്ഷെ അത് പാർട്ടിയെ അങ്ങ് നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കാൻ ഒരാൾക്ക് കൊടുത്ത സമയത്ത്, ഈ ഒരു 10 വർഷക്കാലത്തേക്ക് ഏത് വകുപ്പാണ് കൃത്യമായിട്ടും പിണറായി വിജയൻ്റെ അണ്ടറിലല്ലാണ്ട് ഭരിച്ചിട്ടുള്ളത്? ഏത് മന്ത്രിയാണ് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ഭരണം നടത്തിയിട്ടുള്ളത്? എല്ലാം ഒരാളിൽ തന്നെ കേന്ദ്രീകൃതമായിരുന്നു. പാർട്ടി സെക്രട്ടറി, അതെ, പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലും ഇപ്പോൾ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ശ്യാമള മത്സരിച്ചത്, അത് ഗോവിന്ദൻ മാഷിന്റെ താല്പര്യമായിരുന്നില്ല, മകൻ ശ്യാംജിത്ത് ആയിരുന്നു അതിന്റെ പിന്നിൽ നിന്നുള്ളതും ചില രഹസ്യ വിവരങ്ങളുണ്ട്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു തോൽക്കുന്ന് ഗോവിന്ദൻ മാഷിനെ, പക്ഷെ ശ്യാംജിത്തിന് തന്നെയാണ് എല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നതും കാര്യങ്ങളുമൊക്കെ. പക്ഷെ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പോലും ഇപ്പോൾ 25 വർഷമായി പിണറായിയിലേക്ക് മാത്രമേ പാർട്ടി ഒതുങ്ങിയിട്ട്, 15 വർഷം സെക്രട്ടറി ആയിട്ടും 10 വർഷം മുഖ്യമന്ത്രിയായിട്ടും ഇരുന്ന ഒരാൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കാണോ എന്നുള്ളത് അറിയില്ല. ഈ 25 വർഷം ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്ന ഒരാൾക്ക് ഇനി പ്രതിപക്ഷത്ത് വന്നിട്ട് വാ തുറക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രായവും അത് അതിക്രമിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ വന്നിട്ട് കാര്യമുണ്ടോ? ഇനിയെങ്കിലും പി ജയരാജനാണിപ്പോൾ ഒരു തുറന്നു പറച്ചിൽ നടത്താൻ ചാൻസ് ഉള്ള ഏക നേതാവ്. ഒരു പ്രതീക്ഷ കാണുന്ന പി ജയരാജനിലാണ്. മാറ്റി നിർത്തണം എന്ന് പറയാൻ സന്തോഷ് പറഞ്ഞു കഴിഞ്ഞു, ഇതിൻ്റെ പാർട്ടി തല നേതാവ്. അദ്ദേഹം കൃത്യമായിട്ടും പിണറായി വിജയനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടെ കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരിൽ പി ജയരാജൻ അല്ലാണ്ട് മറ്റൊരാൾ ഇതിനെപ്പറ്റി പറയുമോ എന്നുള്ളത് അറിയില്ല. പിണറായി വിജയനിൽ മാത്രം, പിണറായി വിജയനെ കപ്പിത്താനായിട്ടും കാരണഭൂതനായിട്ടും ഇരട്ടച്ചങ്കനായിട്ടും ക്യാപ്റ്റനായിട്ടും അങ്ങനെ എത്രയെത്ര പദവികൾ കൊടുത്താലാണ് മതിയാവാത്തതെന്നുള്ളതിൽ തർക്കിക്കാൻ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ള മന്ത്രിമാർക്കൊക്കെ പറ്റിയിട്ടുള്ളൂ. ഒരാൾക്കും, ഈവൻ വീണ ജോർജിന്, ആരോഗ്യമന്ത്രിയായിരിക്കുന്ന വീണ ജോർജിന്, അവർ നേരിട്ടെടുത്ത തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പോലും നമുക്കറിയില്ല. അവരെ കാണാൻ ചെല്ലുന്ന ഡോക്ടേഴ്സ്, DMOമാരൊക്കെ പറയുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് കാണാൻ കിട്ടില്ല. പ്രൈവറ്റ് സെക്രട്ടറി സജീവനെ കണ്ട് സജീവന കാര്യങ്ങൾ ബോധിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് സജീവൻ അത് മനസ്സിലായാൽ മാത്രം സജീവൻ വീണ ജോർജിനോട് പറയും, വീണ ജോർജ് ദൂതൻ വഴി, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സാണ് എല്ലാ മന്ത്രിമാരുടെയും കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ വന്നിരുന്ന കുറേ ഫോട്ടോസ് ശ്രദ്ധിച്ചറിയാം. മന്ത്രിമാർ ഒഴിയുന്ന സമയത്ത് പേഴ്സണൽ സ്റ്റാഫുകളുമായിട്ട് നിന്നുള്ള ഫോട്ടോസൊക്കെ എല്ലാ മന്ത്രിമാരുടെയും പേജുകളിലുണ്ട്. ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. എന്ന് വെച്ചാൽ 37-38 പേഴ്സണൽ സ്റ്റാഫുകളാണ് ഓരോരുത്തർക്കും ഉള്ളത്. ഇവരൊക്കെ ആജീവനാന്തകാലം പെൻഷൻ വാങ്ങിക്കേണ്ടവരാ. പിന്നെ എന്തേലും ഈ മന്ത്രിക്ക് എന്താണ് പണി എന്നുള്ളത് അറിയില്ല. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്കൊപ്പമുള്ള അവസാനത്തെ അവരുടെ ഒരു ഗെറ്റ് ടുഗദർ മീറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം മിക്ക മന്ത്രിമാരും ആ ഫോട്ടോസ് പുറത്തുവിട്ടിട്ടുണ്ട്. MP രാജേഷിൻ്റെത്, നമ്മുടെ ദേവസ്വം, അങ്ങനെ ഒരുപാട് പേരുടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ 30-37 പേഴ്സണൽ സ്റ്റാഫ് തന്നെയാണ് അവർക്കൊക്കെ ഉള്ളത്. അപ്പം ഇവരൊക്കെ ആജീവനാന്തകാലം പെൻഷനും വാങ്ങി. ഇതൊക്കെ ഏത് രീതിയിലുള്ള, ഇനി വരുന്ന UDF എന്തെടുത്തിട്ടാണ് ഇവർ ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ പോണേന്ന് അറിയില്ല. ഖജനാവിന്ന് എന്തെടുത്തിട്ട്, ഇപ്പൊ പൂച്ച പെറ്റു കിടക്കുന്ന ഒരു ഖജനാവാണതെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതിനകത്ത് ഇവർക്ക് ഈ UDFന്റെ വാഗ്ദാനങ്ങൾ പാലിക്കണമെങ്കിൽ കാശ് വേണ്ടേ? ഇനി അവർ എവിടെ പോയി കട എടുക്കും എന്നുള്ളതാണ്. അവർ ഒരുപാട് പണിപ്പെടേണ്ടി വരും ഇതിപ്പോൾ ആര് വന്നാലും. പക്ഷെ ഏതായാലും ഇപ്പോൾ ശൈലജ ടീച്ചറുടെ ഈ തുറന്നു പറച്ചിൽ കുറച്ച് നേരം വൈകി തുറന്നു പറച്ചിലായി പോയോ എന്നുള്ളത് മാത്രമേ സംശയമായിട്ട് വരുന്നുള്ളൂ. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 വടകര പോലെയുള്ളൊരു കോൺഗ്രസ് കോട്ടയിൽ ഷാഫി പറമ്പിലിനെതിരെ കൊണ്ട് അവരെ നിർത്തിയത് പോലും അവർ ഒതുക്കലിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ആദ്യം അവരെ സഭയിൽ ഒതുക്കാൻ നോക്കിയതും ആക്സസെ അവാർഡ് വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റിയതും, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേതിൽ വന്നിട്ട് മന്ത്രി പദവി കൊടുക്കാണ്ട് തഴഞ്ഞതും, ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് അവർ ഒതുക്കലിൻ്റെ ഒരു അവസാനം കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു വടകരയിൽ ഷാഫിക്കെതിരെ കൊണ്ട് നിർത്തിയത്. അവിടുത്തെ ഒരു തോൽവിയും കൂടി കഴിഞ്ഞപ്പോൾ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പേര് അങ്ങോട്ട് മുങ്ങിപ്പോയി. ഒന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ഈ പേരാവൂരിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അവർ വേണ്ട എന്ന് പറഞ്ഞെടുത്ത് അവരെ നിർബന്ധിച്ച് നിർത്തി. ഇനിയിപ്പോൾ ശൈലജ എന്ന് പറയുന്ന ഒരു പേര് ഈ പാർട്ടിക്കകത്ത് ആദ്യം ഉണ്ടാക്കിയെടുത്ത PR ഒക്കെ നശിച്ചു. ഇനിയിപ്പോൾ ശൈലജ എന്ന് പറയുന്ന ഒരു ബിംബത്തെ ഇനി കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു തിങ് അല്ല. എനിക്ക് അവർക്ക് ഇനി പ്രതിപക്ഷ നേതാവായിട്ട് മുമ്പോട്ട് വെക്കാൻ അതിന് ജയിക്കണമായിരുന്നു.
ജയിക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മുമ്പോട്ട് വെക്കാൻ പറ്റിയ ഒരു മട്ടന്നൂരിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, പക്ഷെ അവർ ഈ പറയുന്നത് പോലെ ഭയങ്കര ഒരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ, ശരിക്കുള്ളൊരു നേതാവാണെന്നുണ്ടെങ്കിൽ പേരാവൂരല്ലേ എവിടെ കൊണ്ടിട്ടാലും ജയിക്കേണ്ടതാ. പക്ഷെ PR മാത്രമായിരുന്നു എന്ന് തെളിയിക്കേണ്ട അവസ്ഥയായിപ്പോയി പേരാവൂരിൽ തോറ്റപ്പോ. PR-നപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ജനങ്ങളെത്തി. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ അത്രയും വലിയൊരു സംഭവം അല്ലെങ്കിൽ ജനങ്ങളെ എവിടെ കൊണ്ടിട്ടാലും ജയിപ്പിക്കും അങ്ങനെയുള്ളവരെ. പക്ഷെ ഇവ പേരാവൂരിൽ, മട്ടന്നൂരിൽ നിന്നാൽ മാത്രമേ ജയിക്കുള്ളൂ എന്ന് പറയുന്ന, പേരാവൂർ അത്ര വലിയൊരു കോൺഗ്രസ് കോട്ടയൊന്നും അല്ല. ധർമ്മടം പോലെ കോൺഗ്രസിന്റെ കോട്ടയായിട്ടുള്ളൊരു സ്ഥലമൊന്നും അല്ല പേരാവൂര്. ധർമ്മടത്തൊക്കെ അല്ലെങ്കിൽ പിണറായിലൊക്കെ ജയിക്കുന്ന പോലെ അല്ലല്ലോ പേരാവൂര്. വേണമെങ്കിൽ പിടിക്കാമായിരുന്നു. അവിടെ തോറ്റതോടുകൂടി തന്നെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു യുഗം അസ്തമിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും.